ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നോക്കുന്നത് ഗ്യാസ് ടർബൈൻസ് ആണ്. ആ ഗ്യാസ് ടർബൈൻസിലല്ലേ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ നോക്കി തീർന്നത്. ബ്രൈറ്റൺ സൈക്കിൾ, ഐഡിയൽ കേസിലുള്ള ബ്രൈറ്റൺ സൈക്കിളും ആക്ച്വൽ ബ്രൈറ്റൺ സൈക്കിളും നോക്കി, ദെൻ അതിൻ്റെ ഒപ്റ്റിമം പ്രഷർ റേഷ്യോയും നോക്കി. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു എഫിഷ്യൻസി കിട്ടുന്നുണ്ട്, ആ ടർബൈനിൽ നിന്നുള്ള എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. അതിൽ നിന്നുള്ള ആ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സിമ്പിൾ ഗ്യാസ് ടർബൈനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കൊണ്ടുവരാമെന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഗ്യാസ് ടർബൈൻ സൈക്കിൾസിൽ നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് വർക്ക് ഔട്ട്പുട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ എഫിഷ്യൻസി ആയിക്കോട്ടെ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ടാണ്, അതായത് മെയിനായിട്ട് ഒരു എഫിഷ്യൻസി ഓഫ് എ ഗ്യാസ് ടർബൈനെ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു 4 വേസ് ആണുള്ളത്, അല്ലെങ്കിൽ 4 സ്റ്റെപ്സ് ആണ്, 4 രീതിക്ക് നമുക്കതിനെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. അതിൽ ഒന്നാമത്തേതാണ് ബ്രൈറ്റൺ സൈക്കിൾ വിത്ത് റീജനറേഷൻ. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം, ഒരു സിമ്പിൾ ഗ്യാസ് ടർബൈനിൽ എന്താ സംഭവിക്കുന്നത്, എക്സ്പാൻഷൻ നടക്കുന്നുണ്ട് അല്ലേ. എക്സ്പാൻഷൻ നടക്കുമ്പോൾ അവിടെ നിന്ന് എക്സോസ്റ്റ് ഗ്യാസസ് ഉണ്ട്. ആ എക്സോസ്റ്റ് ഗ്യാസസ് നമ്മളൊരു ഓപ്പൺ സൈക്കിൾ ആണെങ്കിൽ ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈനെ അത് എക്സോസ്റ്റ് ചെയ്യാണ്, പുറത്തേക്ക് എക്സോസ്റ്റ് ചെയ്ത് കളയാണ് അല്ലേ. ഇല്ലെങ്കിൽ അത് നേരെ നമ്മൾ ആ ക്ലോസ്ഡ് സൈക്കിൾ ആകുമ്പോൾ നമ്മൾ ഒരു പ്രീ കൂളറിൽ ഇട്ടിട്ട് ആ പ്രീ കൂളറിൽ നിന്ന് ആ എക്സോസ്റ്റ് ഗ്യാസിനെ വീണ്ടും നമ്മൾ കംപ്രസറിൻ്റെ ഇൻലെറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ബട്ട് നേരെ ഇവിടെ ഈ റീജനറേഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിനെ കളക്ട് ചെയ്തിട്ട് ആദ്യം അത് കംപ്രസറിലേക്ക് കൊടുക്കുന്നുണ്ട്. ദെൻ കംപ്രസറിൽ എന്താ സംഭവിക്കുന്നത്, കംപ്രഷൻ ചെയ്യണു അല്ലേ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എയറിനെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഹൈ പ്രഷർ എയർ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ കമ്പഷൻ ചാമ്പറിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസ്, ഈ ടർബൈൻ്റെ ഔട്ടിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഹോട്ട് ഗ്യാസ് ആണ് അല്ലേ. ആ ഹീറ്റ് ഗ്യാസ്, ഹോട്ട് ഗ്യാസ് വെറുതെ അതിലുള്ള ആ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഹീറ്റ് വേസ്റ്റ് ആയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഈ കംപ്രഷൻ ചെയ്തിട്ടുള്ള എയറിനെ നമ്മളൊന്ന് ഈ എക്സോസ്റ്റ് ഗ്യാസ്, ആ കംപ്രഷൻ ചെയ്ത് കിട്ടുന്ന എയറിലേക്ക് നമ്മളൊരു എക്സോസ്റ്റ് ഗ്യാസ് കൊടുക്കുകയാണെങ്കിൽ ആ കംപ്രസ്ഡ് എയർ, ആ ഹൈ പ്രഷർ എന്താണോ ഒന്ന് ഹീറ്റാവും. ആ ഹീറ്റായിട്ടുള്ള അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ടുള്ള ഈ ഹൈ പ്രഷർ എയർ ആയിരിക്കും നമുക്ക് എങ്ങോട്ട് കൊടുക്കുക, കമ്പഷൻ ചാമ്പറിലേക്ക് കൊടുക്കുക. ഈ കമ്പഷൻ ചാമ്പറിൻ്റെ പ്രത്യേകത എന്താണ്, കമ്പഷൻ ചാമ്പറിലാണ് നമ്മൾ ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്നത്. എന്തിനാ, ഈ ഹൈ പ്രഷർ എയറിനെ കമ്പസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പഷൻ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ബേൺ ചെയ്യാനായിട്ട്, ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഈ എക്സോസ്റ്റ് വരുന്ന ഗ്യാസ് ഈ കമ്പഷൻ ചാമ്പറിലേക്ക് പോണ ഹൈ പ്രഷർ എയറിൻ്റെ മുന്നേ ഹൈ പ്രഷർ എയറിലോട്ട് നമ്മൾ ഈ എക്സോസ്റ്റ് ഗ്യാസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹൈ പ്രഷർ എയർ ഒന്ന് ഹീറ്റ് ആവും അല്ലേ. കുറച്ച് ഹൈ പ്രഷർ എയറിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ഇൻക്രീസ് ആവും. ആ ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ആയിട്ടുള്ള ഹൈ പ്രഷർ എയർ ആണ് നമ്മൾ കമ്പഷൻ ചാമ്പറിലേക്ക് കൊടുക്കുന്നതെങ്കിൽ കമ്പഷൻ ചാമ്പറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവലിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യും, ഈ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ഈ ടർബൈൻ്റെ, ഈ ഗ്യാസ് ടർബൈൻ സൈക്കിളിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ റീജനറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. ആ ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ ഈ റീജനറേഷൻ സൈക്കിളിനെ ഹീറ്റ് എക്സ്ചേഞ്ചർ സൈക്കിൾ അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് സൈക്കിൾ എന്നും കൂടി പറയും, ഓർത്തിരിക്കുക. അപ്പോൾ ഈ റീജനറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, അല്ലെങ്കിൽ റീജനറേഷൻ എന്ന ടേം പറയുന്നത് ഇങ്ങനെയാണ്, കംപ്രഷൻ നടത്തിയിട്ടുള്ള എയറിനെ എന്ത് ചെയ്യണു, ഹീറ്റ് ചെയ്യാണ്. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഈ ബ്രൈറ്റൺ സൈക്കിൾ വിത്ത് റീജനറേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ നോക്കുക, ബ്രൈറ്റൺ സൈക്കിൾ വിത്ത് റീജനറേഷൻ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഓഫ് എക്സോസ്റ്റ് ഗ്യാസസ് ഓഫ് ദ ടർബൈൻ ഈസ് ഹയർ ദാൻ ടെമ്പറേച്ചർ ഓഫ് എയർ ആഫ്റ്റർ കംപ്രഷൻ. നമ്മളൊരു എയറിനെ കംപ്രഷൻ ചെയ്ത് കിട്ടുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടാവില്ല, അതിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചറാണ് ഇത് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ടർബൈനിൽ നിന്ന് ഔട്ട് കിട്ടുന്നത്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ ഹീറ്റ് എനർജി ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ഓഫ് ദ ടർബൈൻ ഈസ് യൂസ്ഡ് ടു ഹീറ്റ് ദ എയർ ആഫ്റ്റർ കംപ്രഷൻ ഇൻ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഉണ്ടാവും. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എക്സോസ്റ്റ് ഗ്യാസ് യൂസ് ചെയ്തിട്ട് ഈ കംപ്രഷൻ എയറിന് എന്ത് ചെയ്യണു, ഹീറ്റ് ചെയ്യണു. ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, റീജനറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ റെഡ്യൂസ് എനർജി റിക്വയർമെൻറ്റ് ഫ്രം ദ ഫ്യൂവൽ, ദെയർ ബൈ ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ. അപ്പോൾ ഫ്യൂവലിന് കൊടുക്കേണ്ട എനർജി റിക്വയർമെൻറ്റ് എന്താണ്, കുറയും. അതോടൊപ്പം നമുക്ക് എഫിഷ്യൻസി കൂട്ടുകയും ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ ഈ റീജനറേഷൻ സൈക്കിൾ വെച്ചിട്ടുള്ള ഈ റീജനറേറ്റർ വെക്കുമ്പോഴുള്ള നമ്മുടെ ഗ്യാസ് ടർബൈൻ പ്ലാന്റിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ലൈൻ ഡയഗ്രാം, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള TS ഡയഗ്രാം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ഗ്യാസ് ടർബൈൻ പ്ലാന്റ്, റീജനറേറ്റർ ഗ്യാസ് ടർബൈൻ പ്ലാന്റിൻ്റെ ഡയഗ്രാം. ഇവിടെ നോക്കുക, ഇത് കംപ്രസറാണ്. ദെൻ കംപ്രസർ കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഒരു റീജനറേറ്റർ വെച്ചിട്ടുണ്ട്. റീജനറേറ്ററിൽ നിന്നാണ് നമ്മളൊരു കമ്പഷൻ ചാമ്പറിലേക്ക് കൊടുത്തിരിക്കുന്നത്. ആ കമ്പഷൻ ചാമ്പറിൽ നേരെ ടർബൈനിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ യൂഷ്വലി പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുക, നേരെ ഇപ്പോൾ കംപ്രസറിന് വന്നു, ഇവിടെ റീജനറേറ്റർ വഴി കമ്പഷൻ ചാമ്പറിലേക്ക് പോയി ടർബൈനിലേക്ക് എത്തി. ടർബൈൻ്റെ ഔട്ടിൽ എന്തുണ്ടാവും, എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടാവും. എക്സോസ്റ്റ് ഗ്യാസ് എന്താണ്, ഹോട്ട് ഗ്യാസ് ആണ് അല്ലേ, ഹീറ്റ് എനർജി ഉണ്ട് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആണ് ഉണ്ട്. അതായത് ഇവിടെ നിന്ന് ഈ കംപ്രസറിൻ്റെ ഔട്ടിൽ കിട്ടുന്ന
എയറിൻ്റെ ഹൈ പ്രഷർ എയറിൻ്റെ ടെമ്പറേച്ചറിനെക്കാളും കൂടുതൽ ടെമ്പറേച്ചർ ആയിരിക്കും ഈ ടർബൈൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന എക്സോസ് ഗ്യാസിന്. അപ്പോൾ ആ ടെമ്പറേച്ചറിനെ നേരെ എന്ത് എടുക്കണു, ഇവിടെ നിന്ന് എക്സോസ് ഗ്യാസ് കിട്ടുന്ന ടെമ്പറേച്ചർ നേരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണു, ഇവിടെ വെച്ചിട്ടുള്ള ഈ റീജനറേറ്ററിനകത്ത് സപ്ലൈ ചെയ്യാണ്. അപ്പോൾ റീജനറേറ്ററിൻ്റെ അകത്ത് സപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ഇവിടെ ഇപ്പോൾ വന്ന ഈ ഹൈ പ്രഷർ എയർ ഉണ്ടല്ലോ, അതേ ആ ഹൈ പ്രഷറുള്ള എയറിന് എന്താണ് ഈ ഹോട്ട് ഗ്യാസ് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താണ് ഈ ഹൈ പ്രഷറിനെ ഒന്ന് ഹീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഹൈ പ്രഷർ എയറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ടാണ്, അതായത് ആഫ്റ്റർ കംപ്രഷൻ, ഈ കംപ്രസറിനകത്ത് കംപ്രഷൻ നടന്നിട്ടുണ്ടായപ്പോഴുള്ള ഹൈ പ്രഷറിൻ്റെ ടെമ്പറേച്ചറിനെക്കാളും കൂടുതൽ ടെമ്പറേച്ചർ കിട്ടുന്നു ഈ റീജനറേറ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ. ആ ഇൻക്രീസ്ഡ് ടെമ്പറേച്ചറാണ് ഈ കമ്പഷൻ ചാമ്പറിലേക്ക് കൊടുക്കുക. അങ്ങനെ ആ ഓൾറെഡി നല്ല ഹീറ്റ് ആയിട്ടുള്ള ഹൈ പ്രഷർ എയർ കമ്പഷൻ ചാമ്പറിൽ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് തോതിൽ എന്ത് കൊടുത്താൽ മതി, ഈ കമ്പഷൻ ചാമ്പറിൽ ഫ്യൂവൽ കൊടുത്താൽ മതി ഇതിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫ്യൂവൽ എനർജി യൂസ് ചെയ്യുന്നത് എന്താണ്, റെഡ്യൂസ്ഡ് ആണ്, കുറച്ച് മതി. അപ്പോൾ എന്താണ് എഫിഷ്യൻസി, പ്ലാന്റിൻ്റെ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇതാണ് പാർട്ട് റീജനറേറ്റർ. ഈ റീജനറേറ്ററിൻ്റെ ഫംഗ്ഷൻ അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ TS ഡയഗ്രാം വരയ്ക്കാൻ നമ്പർ ഇട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻലെറ്റ് 1, കംപ്രസറിൻ്റെ ഔട്ട് 2 എന്നിട്ടു. കംപ്രസറിൻ്റെ ഔട്ട് തന്നെയാണ് റീജനറേറ്ററിൻ്റെ ഇൻലെറ്റ്. ദെൻ റീജനറേറ്ററിൻ്റെ ഔട്ട്ലെറ്റ് 3, അത് തന്നെയാണ് കമ്പഷൻ ചാമ്പറിൻ്റെ ഇൻലെറ്റ്. കമ്പഷൻ ചാമ്പറിൻ്റെ ഔട്ട്ലെറ്റ് 4, ദെൻ ടർബൈൻ്റെ ഔട്ട്ലെറ്റ് 5, ദെൻ 5 നേരെ പോണു റീജനറേറ്ററിലേക്ക് പോണു. റീജനറേറ്റർ ഇവിടെ വർക്ക് നടക്കേണ്ട ആ ഹോട്ട് ഗ്യാസ് ഇതിലൂടെ പാസ് ചെയ്തിട്ട് ഇവിടുന്ന് എക്സോസ് ഗ്യാസ് പുറത്തേക്ക് പോകും. അത് നമ്മൾ 6 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് TS ഡയഗ്രാം നോക്കാം. TS ഡയഗ്രാം നോക്കുമ്പോൾ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാമാണ്. 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, കംപ്രസർ വർക്കാണ് അല്ലേ. കംപ്രസർ വർക്ക് എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണ് അല്ലേ, റിവേഴ്സിബിൾ അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്സാണ്. ഓക്കെ, ദെൻ 2 to 3 എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ റീജനറേറ്റർ ആണ് അല്ലേ. റീജനറേറ്ററിൽ എന്താ സംഭവിക്കുന്നത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഹൈ ആയിട്ട് ഇൻക്രീസ് ചെയ്യണ്ട, ഒരു കുറച്ച് തോതിൽ നമ്മൾ ഈ 2 എന്ന് പറഞ്ഞാൽ കംപ്രസറിൻ്റെ ഔട്ടിൽ കിട്ടിയ ടെമ്പറേച്ചറിനെക്കാളും കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 to 3 നമുക്കറിയാം TS ഡയഗ്രാം എങ്ങനെ വരികയെന്ന് അറിയാം. അപ്പോൾ 2 to 3 ഒരു ചെറിയ ഡിസ്റ്റൻസിലേക്ക് എത്തും അല്ലേ, ഇവിടെ എത്തി. കാരണം എന്താണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്, ഇതല്ലേ ടെമ്പറേച്ചർ ലൈൻ. ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ദെൻ 3 to 4 എന്താണ്, കമ്പഷൻ ചാമ്പർ നമ്മൾ ഇവിടെ ഫ്യൂവൽ കൊടുക്കുന്നുണ്ട്. ഫ്യൂവൽ കൊടുക്കുമ്പോൾ ഈ ഹൈ പ്രഷർ ഒന്നും കൂടി എന്താവണം, ഹീറ്റ് ആവണം. ഇതൊക്കെ എന്താണ്, ഈ പ്രോസസ്സ് തന്നെ 2 to 3 3 to 4 ഒക്കെ ഏത് പ്രോസസ്സിൽ നടക്കുന്ന, കോൺസ്റ്റന്റ് പ്രഷറിലാണ് നടക്കുക അല്ലേ. കാരണം ഇവിടെ ഈ കർവ് എന്താണ്, 2 to 3 3 to 4 എന്ന് പറഞ്ഞാൽ ഈ കർവ് എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ലൈനാണ്, കോൺസ്റ്റന്റ് പ്രഷർ കർവാണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ വീണ്ടും ഇൻക്രീസ് ആയി. എവിടെ നിന്ന് എത്തി, ആദ്യം 2 to 3 എത്തി, ദെൻ 3യിൽ നിന്ന് ഇങ്ങോട്ട് എത്തി 4 എത്തി. ദെൻ 4 to 5 എന്താണ്, ടർബൈൻ ആണ്. ടർബൈനിൽ എന്താ സംഭവിക്കുന്നത്, എക്സ്പാൻഷൻ ആണ് ചെയ്യുന്നത് അല്ലേ. എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക, ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, കുറയുന്നുണ്ട്. കുറയെന്ന് വെച്ചാൽ കൂടുതൽ ഒരുപാട് കുറയണില്ല. ഏത് വരെയാണ്, താഴേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ ഒരു ഐഡിയൽ സൈക്കിളാണ് കൺസിഡർ ചെയ്യണം. ഐഡിയൽ സൈക്കിളിൻ്റെ കേസിൽ ഓർത്ത് വയ്ക്കുക, ഇവിടെ ഈ റീജനറേറ്ററിൻ്റെ ഔട്ടിൽ കിട്ടുന്ന ടെമ്പറേച്ചർ എത്രയാണോ അത് തന്നെയായിരിക്കും ഈ ടർബൈൻ്റെ ഔട്ടിൽ കിട്ടുന്ന ടെമ്പറേച്ചർ. എന്ന് വെച്ചാൽ ടർബൈൻ്റെ ഔട്ടിൽ കിട്ടുന്ന ടെമ്പറേച്ചർ എന്നാൽ എക്സോസ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചറാണ്. ഈ എക്സോസ് ഗ്യാസാണ് നമ്മളിവിടെ റീജനറേറ്ററിലേക്ക് കൊടുക്കണം. അപ്പോൾ ആ എക്സോസ് ഗ്യാസിലുള്ള ടെമ്പറേച്ചർ എത്രയാണോ അത്രയും ടെമ്പറേച്ചർ തന്നെ ഇവിടെ കംപ്രസ് ചെയ്തിട്ടുള്ള എയറിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ആ ടെമ്പറേച്ചറിൻ്റെ കംപ്രസ്ഡ് എയർ എടുത്ത് നേരെ കമ്പഷൻ ചാമ്പറിലേക്ക് വരികയാണെന്നാണ്. ഇത് ഐഡിയൽ കേസിലാണ്. ആക്ച്വൽ കേസിൽ T3 T5 കുറവായിരിക്കും. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 10 കെൽവിനാണ് ടെമ്പറേച്ചർ പോണതെങ്കിൽ ആ 10 കെൽവിൻ തന്നെ നമുക്ക് ഇവിടെ സപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ ലോസസ് ഉണ്ടാവും, ഒരു 8 ഒക്കെ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുന്നത് 8 ആയിരിക്കും, ഇവിടെ എൻട്രി ചെയ്യുന്നത് 10 ആണെങ്കിൽ ഇവിടെ നമുക്ക് എത്രയേ 8 കിട്ടുള്ളൂ പ്രാക്ടിക്കൽ കേസിൽ, ആക്ച്വൽ കേസിൽ. ഓക്കെ, ഇത് തിയറിറ്റിക്കലി ആകുമ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ നിന്നൊക്കെ 10 ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 തന്നെ ഇവിടെ കിട്ടുന്നത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ട് 3ഉം 5ഉം എന്താണ്, ഒരേ ലൈനിലാണ്. കാരണം എന്താണ്, ഒരേ ടെമ്പറേച്ചർ ആണെന്ന് കാണിക്കാൻ ഐഡിയൽ കേസിൽ. ഓക്കെ, അപ്പോൾ ഈ 5 കിട്ടി. 5 നമ്മൾ റീജനറേറ്ററിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണു, ഇതിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ് അല്ലേ. ഈ ഹീറ്റ് ഇതിലേക്ക് എടുത്തു. ദെൻ 5 to 6 ആണ്. 5 to 6 എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് 5, ദെൻ 5 to 6 എന്ന് പറഞ്ഞാൽ റീജനറേറ്ററിൽ ഇത് ഹീറ്റ് സപ്ലൈ ചെയ്തിട്ട് ഈ റീജനറേറ്ററിൽ നിന്ന് വീണ്ടും അത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ആ പ്രോസസ്സ് 5 to 6. അപ്പോൾ ഈ 6 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തായിരിക്കും, ടെമ്പറേച്ചർ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടാകും. കാരണം ഇങ്ങോട്ടേക്ക് ഈ റീജനറേറ്ററിലേക്ക് ഈ കംപ്രസ്ഡ് എയറിനെ ഹീറ്റ് അബ്സോർവ് ചെയ്തിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഈ 5 to 6 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 6 എന്ന് പറഞ്ഞ പോയിന്റ് കാണിക്കുന്നത്
എവിടെ എത്തും എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 6 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കംപ്രസറിന് ഈ റീജനറേറ്ററിലേക്ക് കൊടുക്കില്ല. ആഫ്റ്റർ കംപ്രഷൻ കിട്ടുമ്പോൾ എയറിൻ്റെ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവില്ലേ, ആ ടെമ്പറേച്ചറിലായിരിക്കും ഈ എക്സോസ്റ്റ് ഈ റീജനറേറ്ററിൽ നിന്ന് പുറത്തു പോകണ ഈ ടർബൈൻ്റെ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തു പോകുന്നത് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇത് ഐഡിയൽ കേസിലാണ്. കാരണം അതാണ് ഇവിടെ 2ഉം 6ഉം ഒരേ ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ടെമ്പറേച്ചർ ഫുള്ള് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇത് ആക്ച്വലി ഇവിടുന്ന് കംപ്രസ് ചെയ്ത് വരുന്ന ടെമ്പറേച്ചറിൻ്റെ എത്രയാണോ ആ ടെമ്പറേച്ചറിലായിട്ടായിരിക്കും പോകുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് 2, 6 എന്ന് കാണിച്ചിട്ടുള്ളത്. ദെൻ 6 to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 to 1 എന്ന് പറയുമ്പോൾ എന്താണ്? 6ൽ നിന്ന് 6 എങ്ങിട്ടാണ് പോകുന്നത്? നേരെ അറ്റ്മോസ്ഫിയറിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്താ ഈ 1 എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് എയർ ആണ് ടർബൈൻ്റെ ഇൻലെറ്റിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ നേരെ ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുമ്പോൾ എന്താണ്? അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ആയിട്ട് മാറും. അപ്പോൾ നേരെ എന്താണ് ആ 6ൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തും? 1ലേക്ക് എത്തും. ഓക്കെ, ഇതാണ് റീജനറേറ്റർ സൈക്കിളിൻ്റെ ലൈൻ ഡയഗ്രവും TS ഡയഗ്രവും. ഇപ്പോൾ TS ഡയഗ്രാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതിനകത്താണ് ഇവിടെ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യണം അല്ലേ. 2 to 4 പ്രോസസ്സിലാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. അതാണ് Q കാണിച്ചിട്ടുള്ളത് ഇവിടെ. ഇതിനകത്താണ് നമുക്ക് വർക്ക് ഡൺ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങളും വർക്ക് ഡണ്ണും നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഞാൻ പറഞ്ഞ കാര്യമാണ് ഐഡിയൽ റീജനറേറ്റീവ് സൈക്കിളിൽ ടെമ്പറേച്ചർ ഓഫ് ദ എയർ ലീവിംഗ് ദ റീജനറേറ്റർ ടു കമ്പഷൻ ചാമ്പർ ഈസ് ഈക്വൽ ടു ദ ടെമ്പറേച്ചർ ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ലീവിംഗ് ദ ടർബൈൻ എന്ന് പറഞ്ഞു. അതായത് T3 T5 ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ. റീജനറേറ്ററിൽ നിന്ന് ലീവ് ചെയ്യണ ടെമ്പറേച്ചർ ആണ് അല്ലേ. ഇതല്ലേ റീജനറേറ്റർ ലീവ് ചെയ്യുന്ന ടെമ്പറേച്ചർ T3 എന്ന് എടുക്കാം. ആ T3യും ടർബൈൻ്റെ എക്സോസ്റ്റ് ഗ്യാസിലുള്ള ടെമ്പറേച്ചറായി T5 എന്താണ്? ഈക്വൽ ആണെന്നാണ് പറയുന്നത് ഏത് ഐഡിയൽ കേസിൽ. ബട്ട് പ്രാക്ടിക്കൽ കേസിൽ ഏതാണ്? ആക്ച്വൽ സൈക്കിളിൽ എന്താണ്? ബട്ട് ഇൻ ആക്ച്വൽ സൈക്കിൾ ടെമ്പറേച്ചർ ഓഫ് എയർ ലീവിംഗ് ദ റീജനറേറ്റർ ഈസ് ലെസ് ദാൻ 5. ഈ റീജനറേറ്ററിൽ നിന്ന് ലീവ് ചെയ്യണ എയർ എന്താണ്? എക്സോസ്റ്റ് ഗ്യാസിനെക്കാളും ടർബൈൻ്റെ വരുന്ന ഔട്ടിനെക്കാളും എന്താണ്? കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഈ പോയിന്റ് പറയുന്നത്. അപ്പോൾ T3 എന്ന് പറയുന്നത് ലെസ് ദാൻ T5 ആണ്. ദെൻ നമുക്കറിയാം എഫക്റ്റീവ്നെസ് നോക്കണം. എഫക്റ്റീവ്നെസ് ഓഫ് ദ ഇപ്പോൾ റീജനറേറ്റർ നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ഈ റീജനറേറ്റർ യൂസ് ചെയ്തുകൊണ്ടുള്ള എഫക്റ്റീവ്നെസ് എന്താണെന്നാണ്. ആ എഫക്റ്റീവ്നെസ് എങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തന്നിരിക്കുന്നത് റേഷ്യോ ഓഫ് ആക്ച്വൽ ടെമ്പറേച്ചർ റൈസ് ടു ദ മാക്സിമം പോസിബിൾ റൈസ്. ആക്ച്വൽ ആയിട്ട് എത്ര ടെമ്പറേച്ചർ റൈസ് ചെയ്തു, അതുപോലെ അവിടെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ റൈസ് എത്രയുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ എഫക്റ്റീവ്നെസ് എഴുതുമ്പോൾ ഇവിടെ ഇതിൻ്റെ T3 - T2 / T5 - T6 എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്കിവിടെ TS ഡയഗ്രാം വെച്ച് പറയാം. ഈ 2 to 3 എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. 2 to 3യും ഇവിടെ 5 to 6ഉം ആണ് നമുക്ക് ഇവിടെ റീജനറേറ്റർ വെച്ചത് കൊണ്ടുള്ള എഫക്റ്റ് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ 2 to 3 എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എന്താണ്? ആ റീജനറേറ്ററിലേക്ക് 2 എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? കംപ്രസറിൻ്റെ ഔട്ടാണ്. 3 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? റീജനറേറ്ററിൻ്റെ ഔട്ടാണ്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ റൈസ് എവിടെയാണ്? 2നെക്കാളും കൂടുതൽ ടെമ്പറേച്ചറാണ് 3യിലുള്ളത് അല്ലേ. അപ്പോൾ T3 - T2 അതാണ് എന്ത്? ആക്ച്വൽ ആയിട്ട് റൈസ് ചെയ്ത ടെമ്പറേച്ചർ അല്ലേ. T3 - T2. കാരണം എക്സോസ്റ്റിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് എവിടെയാണ്? 5 അല്ലേ വരുന്നത് അല്ലേ. ദ മാക്സിമം പോസിബിൾ റൈസ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? ടർബൈൻ്റെ ഔട്ട്ലെറ്റിൽ കിട്ടുന്നത്. ടർബൈൻ്റെ ഔട്ട്ലെറ്റിൽ കിട്ടുന്നത് എന്താണ്? എക്സോസ്റ്റ് ഗ്യാസ് ആണ്. എക്സോസ്റ്റ് ഗ്യാസിലായിരിക്കും ആ ടെമ്പറേച്ചർ ആണല്ലോ നമുക്ക് ഈ റീജനറേറ്ററിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ 5, 6 ഉണ്ട്. അപ്പോൾ 5 ആണ് കൂടുതൽ ഹീറ്റ് ഉള്ളത്, 6 എന്ന് പറയുമ്പോൾ കുറവാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും T5 - T6 എന്ന് പറയാം. അതാണ് മാക്സിമം. ഇപ്പോൾ മാക്സിമം എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഈ T5 - T6 ആയിരിക്കും. കിട്ടുകയാണെങ്കിൽ മാക്സിമം നമുക്ക് ഈ T5 - T6 എത്രയാണോ അത്രയും ടെമ്പറേച്ചറേക്ക് കിട്ടുക. അങ്ങനെ കിട്ടുകയാണെങ്കിൽ 100% എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ T3 - T2 / T5 - T6 എന്ന് എഴുതാം. ദെൻ ഇവിടെ T2 = T6 എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് പറഞ്ഞാൽ T2 = എന്താണ്? T6 ആണ്. അപ്പോൾ നമുക്ക് T3 - T2 / T5 - T2 എന്ന് എഴുതാം. ഓക്കെ, ദെൻ അപ്പോൾ അതേപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ T3ന് നമുക്ക് എന്ത് ചെയ്താൽ T5 എന്ന് എഴുതാം. അങ്ങനെ അത് 100% കേസിലാണ് വരിക. ഓക്കെ, എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നോക്കുക, മനസ്സിലാക്കേണ്ടതാണ് ആക്ച്വലായിട്ട് എത്ര ടെമ്പറേച്ചർ റൈസ് ചെയ്യണോ അതുപോലെ തന്നെ അതിൻ്റെ മാക്സിമം പോസിബിൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റി എത്രയുണ്ട് അതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ എഫക്റ്റീവ്നെസ് എന്ന് പറയാം. നമുക്ക് ഈ TS ഡയഗ്രാം വെച്ചിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഫോർ റീജനറേറ്റീവ് സൈക്കിൾ നമ്മളൊരു യൂണിറ്റ് മാസ് ഫ്ലോ റേറ്റ് കൺസിഡർ ചെയ്യാണ്. ഒരു റീജനറേറ്റീവ് സൈക്കിൾ യൂണിറ്റ് മാസ് ഫ്ലോ റേറ്റ് ആണ്. യൂണിറ്റ് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ MCP എന്ന് എടുക്കാനുള്ള M ആണ് മാസ് ഫ്ലോ റേറ്റ്. അത് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അവിടെ എടുക്കുന്ന ഹീറ്റ് സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹീറ്റ് സപ്ലൈഡ് ഇവിടെ ഏത് പ്രോസസ്സിലാണുള്ളത്? 2 to 4 ആണ് ഹീറ്റ് സപ്ലൈഡ് അല്ലേ. ഇവിടെയാണ്, ഇതാണ് കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ എന്ന് പറയുന്നത്. 2, 4 എന്ന് പറഞ്ഞ ലൈൻ അല്ലേ. ഇതിലാണ് കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ, അവിടെയാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം TC × T4 - T3 എന്ന് എഴുതാം. T4 - T3 എന്ന് എഴുതാം. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുമ്പോൾ 2 to 4 ആണ്. നമ്മൾ ഒരു റീജനറേറ്റർ അല്ലാത്ത ഒരു സിമ്പിൾ ഗ്യാസ് ടർബൈനിൽ നമ്മൾ 2 to 4 ആണ്
അവിടെയാണ് ഹീറ്റ് സപ്ലൈ നടക്കുന്നത്. ബട്ട് ഇവിടെ റീജനറേറ്റ് യൂസ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി ഇവിടെ ഹീറ്റ് സപ്ലൈ നടക്കുന്നത് എവിടെയാണ്? 2 to 4 ആണോ? 2 to 4 അല്ലേ? എവിടെയാണ്? 3 to 4ലാണ് ഹീറ്റ് സപ്ലൈ നടക്കുന്നത്. ഈ 2 to 3 എന്താണ്? 2 to 3 അവിടെ റീജനറേഷൻ ആണ് നടക്കുന്നത്. നമ്മളിവിടെ 2, 3 എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഹീറ്റ് ഒന്നും സപ്ലൈ ചെയ്യണില്ല. ഹീറ്റ് എവിടെയാണ് സപ്ലൈ ചെയ്യുന്നത്? 3 to 4ലാണ് സപ്ലൈ ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ CP × T4 - T3 എന്ന് എഴുതാൻ കാരണം എന്താണ്? ഈ 3 to 4 ലൈനിലാണ്, ഇവിടെയാണ് നമുക്ക് എന്ത് ഹീറ്റ് സപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ T4ലേക്ക് കിട്ടണം. ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതിന് മുൻപുള്ള ടെമ്പറേച്ചർ T3 ആണ്. സോ വി ക്യാൻ റൈറ്റ് T4 - T3 എന്ന് എഴുതാം. ഇനി അതേപോലെ ഫോർ പ്രോസസ് 2 to 3 എന്ത് സംഭവിക്കുന്നത്? ഹീറ്റ് സപ്ലൈഡ് ബൈ റീജനറേറ്റർ ആണ്. അതുപോലെ ഈ 2, 3 എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? ഹീറ്റ് സപ്ലൈഡ് ബൈ റീജനറേറ്റർ ആണ് ഇവിടെ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് അല്ലേ? റീജനറേറ്റർ കൊണ്ടുള്ള ഒരു ഹീറ്റ് സപ്ലൈ, അത് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് അവിടെ നടക്കുന്നത്. എക്സോസ്റ്റ് ഗ്യാസിന് വരുന്നു, അവിടെ നമുക്ക് ഹീറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ 2 to 3 പ്രോസസ്സിൽ ഹീറ്റ് സപ്ലൈ ബൈ റീജനറേറ്റർ എന്ന് പറയുമ്പോൾ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നുണ്ട്. ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? CP × T6 - T1 എന്ന് എഴുതാം. T6 - T1 എന്ന് പറയുമ്പോൾ ഈ 2ൽ നിന്ന് 1ലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ? 2 എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. ഈ പ്രോസസ്സിൽ ഇവിടെ റീജനറേറ്ററിൽ നടക്കുന്നതാണ്. അപ്പോൾ ഈ റിജക്ഷൻ നടക്കണമെന്ന് പറയുമ്പോൾ 6ലേക്ക് എത്തിയിട്ട് 6ൽ നിന്ന് നേരെ എങ്ങോട്ടേക്കാണ് പോകണം? അറ്റ്മോസ്ഫിയറിലേക്കാണ് എത്തുന്നത്. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിലേക്കാണ് എത്തുന്നത്. അപ്പോൾ 6 ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും. ഇതാണ്. ഇതിൽ നിന്ന് നേരെ ഈ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ല? അപ്പോൾ ഹീറ്റ് റിജക്ഷൻ ചെയ്യുമ്പോൾ ആ T6 - T1 എന്ന് എഴുതാം. ഓക്കെ. ദെൻ ഫോർ പ്രോസസ് 5 to 6, 5, 6 എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്? 5, 6 എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്? അത് ഹീറ്റ് ഈസ് റിജക്റ്റഡ് ബൈ റീജനറേറ്റർ ആണ്. ഓക്കെ. 5, 6 പ്രോസസ്സിൽ എന്തായിരുന്നു? ഹീറ്റ് റിജക്റ്റ് ചെയ്യാണ്. റീജനറേറ്റർ എന്താണ്? ഹീറ്റിനെ റിജക്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് 5 to 6. ഓക്കെ അല്ലേ? റിജക്ഷൻ എന്ന് പറയാൻ കാരണം 5ൽ നിന്ന് 6 റീജനറേറ്റർ ഹോട്ട് ഗ്യാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഹോട്ട് ഗ്യാസ് എന്താണ്? ഈ കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിലേക്ക് ആ ഹോട്ട് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രോസസ് 5, 6 ആ ഹോട്ട് ഗ്യാസിൽ നിന്ന് ഹീറ്റ് റിജക്റ്റ് ചെയ്യല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഹീറ്റ് റിജക്റ്റഡ് ബൈ റീജനറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ടർബൈൻ വർക്കും കംപ്രസർ വർക്കും നോക്കുകയാണ്. ടർബൈൻ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ പ്രോസസ്സ് ഏതാണ് ടർബൈൻ വർക്ക് വരിക? കാരണം 1 to 2 ആണ് കംപ്രഷൻ വർക്ക്, 4 to 5 ആണ് എന്ത്? ടർബൈൻ വർക്ക്. അപ്പോൾ ടർബൈൻ വർക്കിൽ എന്താ? എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഹൈ എവിടെയാണ്? 4 ആണ്, 5 ആണ് എന്ത്? ലോ. അപ്പോൾ ടർബൈൻ വർക്ക് എഴുതാം CP × T4 - T5 എന്ന് എഴുതാം. അതേപോലെ കംപ്രസർ വർക്ക് എങ്ങനെ എഴുതാം? പ്രോസസ്സ് എന്താ? 1 to 2 ആണ് കംപ്രസർ വർക്ക്. അപ്പോൾ ഹയർ ടെമ്പറേച്ചർ 2 ആണ്, ലോവർ ടെമ്പറേച്ചർ 1 ആണ്. അപ്പോൾ CP × T2 - T1 എഴുതാം. ഇനി എഫിഷ്യൻസി കാണണം. എഫിഷ്യൻസി കാണാൻ വേണ്ടി എങ്ങനെ ഇക്വേഷൻ എഴുതാം? W net ബൈ ഹീറ്റ് റിജക്റ്റഡ് W net ബൈ ഹീറ്റ് സപ്ലൈഡ് ഉണ്ട്. അതല്ലാതെ നമുക്കിങ്ങനെ എഴുതാം ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് എഴുതാം. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എഫിഷ്യൻസി ഈറ്റ = 1 - ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഹീറ്റ് റിജക്റ്റഡ് നമ്മൾ എഴുതി കിട്ടിയിട്ടുണ്ട്. എന്താണ്? CP × T6 - T1 ആണ്. അതുപോലെ ഹീറ്റ് സപ്ലൈഡ് എന്താണ്? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് CP × T4 - T3 എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ CP ഉണ്ട്, ഇവിടെ CP ഉണ്ടാവും, ഇവിടെ അത് ക്യാൻസൽ ആയി പോകും. സോ 1 - T6 - T1 ബൈ T4 - T3 എന്ന് എഴുതാം. ഓക്കെ. ഇനി ഐഡിയൽ സൈക്കിളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന. ഐഡിയൽ സൈക്കിൾ ആണെങ്കിൽ T3 = എന്താണ്? T5 ആണ്. അത് നമുക്ക് ഇവിടെ സൈക്കിൾ നോക്കി അറിയാം. T3 ഉം T5 ഒരേ ലൈനിലാണ്. അതേപോലെ T2 ഉം T6 ഒരേ ലൈനിലാണ്. അപ്പോൾ നമുക്ക് T3ക്ക് പകരം T5 എന്ന് കൊടുക്കാം, T6ന് പകരം എന്തും കൊടുക്കാം? T2 എന്നും കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? ഈറ്റ = 1 - T6ന് പകരം T2 - T1 ബൈ T4 - T3ക്ക് പകരം എന്താണ്? T5. സോ വിച്ച് ഈസ് = 1 - ഇതെന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അടുത്ത സ്റ്റെപ്പിൽ ഈ T2 - T1ൽ നിന്ന് T1നെ പുറത്തെടുക്കുകയാണ്. അതുപോലെ T4 - T5ൽ നിന്ന് T4നെ പുറത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എഴുതാം 1 - T1 ഓഫ് T2 ബൈ T1 -1 ഡിവൈഡഡ് ബൈ T4 × 1 - T5 ബൈ T4 എന്ന് എടുക്കാം. എന്തിനാണ് ഇവിടെ എഴുതിയെന്ന് വെച്ചാൽ ഇവിടെ T2 ബൈ T1 എന്നുള്ള ഫോമിൽ കിട്ടാനാണ്. കാരണം അതെന്താണ്? നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ്സ് ആക്കുമ്പോൾ അതിൻ്റെ ആ റിലേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ദെൻ അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ നമ്മളിവിടെ T2 ബൈ T1 എഴുതി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ T2 ബൈ T1 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം T2 ബൈ T1 എന്താണ്? റിവേഴ്സിബിൾ അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്സാണ്. സോ വി ക്യാൻ റൈറ്റ് പ്രഷർ റേഷ്യോൻ്റെ ടേബിൾ എഴുതുമ്പോൾ P2 ബൈ P1 ഹോൾ പവർ ഗാമ -1 ബൈ ഗാമ എന്ന് എഴുതാം. ഓക്കെ. അതേപോലെ T5 ബൈ T4 എന്ന് പറഞ്ഞാൽ എന്താണ്? T5 ബൈ T4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണ് അല്ലേ? ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനും നമുക്ക് ആ പ്രഷർ റേഷ്യോൻ്റെ ടേബിൾ എഴുതാം.
P5/P4 ഹോൾ പവർ ഗാമ മൈനസ് 1/ഗാമ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ P5 ഈക്വൽ ടു എന്താണ്? P1 ആണ്. ഫ്രം TS ഡയഗ്രത്തിൽ നിന്ന് അറിയാം. P5 ഈക്വൽ ടു P1 ആണ്, നോട്ട് TS ഡയഗ്രാം. നമ്മൾ PV ഡയഗ്രാം നോക്കുക, ഇത് കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ ആണ് അല്ലേ. ഈ 1 to 5 എന്നത് കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ ആണ്. അപ്പോൾ 5ലുള്ള പ്രഷറും 1ലുള്ള പ്രഷറും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ P5 ഈക്വൽ ടു P1 എന്ന് എഴുതാം. അതുപോലെ P4 ഈക്വൽ ടു P3 ഈക്വൽ ടു P2 ആണ്. ഓക്കെ, കാരണം അത് കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ ആണ്. 2, 3, 4 ഒക്കെ എന്താണ്? ഈ ലൈൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ P2ഉം P3ഉം P4 ഒക്കെ എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്? ഈ P5ന് പകരം എന്ത് കൊടുക്കാം? P1 കൊടുക്കാം. P4ന് പകരം എന്ത് കൊടുക്കാം? P2 എന്നും കൊടുക്കാം. അപ്പോൾ ഇവിടെ P1/P2 എന്നായി അല്ലേ. അപ്പോൾ T2/T1നും T5/T4നും നമുക്ക് റിലേഷൻ കിട്ടി. ഈ ഇക്വേഷൻ നമ്മൾ എന്താണ്? പ്രീവിയസ് ആയിട്ടുള്ള ഇവിടെ ഈ കണ്ടിട്ടുള്ള എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈറ്റ ഈക്വൽ ടു 1 - T1 ഇൻറ്റു T2/T1 ആയിരുന്നു. T2/T1ന് പകരം എന്ത് കൊടുക്കണം നമ്മൾ? P2/P1 ഹോൾ പവർ ഗാമ മൈനസ് 1/ഗാമ എന്ന് കൊടുത്തു. ദെൻ -1 കംപ്ലീറ്റ് ചെയ്തു. ഡിവൈഡഡ് ബൈ T4 ഇൻറ്റു 1 മൈനസ് അവിടെ T5/T4 ആയിരുന്നുണ്ടായിരുന്നു. T5/T4ന് വരെ എന്ത് കൊടുക്കണം? P1/P2 ഹോൾ പവർ ഗാമ മൈനസ് 1/ഗാമ എന്ന് കൊടുത്തു. P1/P2 ഹോൾ പവർ ഗാമ മൈനസ് 1/ഗാമ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ ഇവിടെ ഈറ്റ ഈക്വൽ ടു 1 മൈനസ് ഇവിടെ T1/T4 ഉണ്ട് ഇൻറ്റു ഇവിടെ P2/P1 ഹോൾ പവർ ഗാമ മൈനസ് 1/ഗാമയല്ലേ. അപ്പോൾ P2 പവർ ഗാമ മൈനസ് 1/ഗാമയും P1 പവർ ഗാമ മൈനസ് 1/ഗാമയുമാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്കിവിടെ -1 ആണ്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും P2 പവർ ഗാമ മൈനസ് 1/ഗാമ മൈനസ് P1 പവർ ഗാമ മൈനസ് 1/ഗാമ ഹോൾ ഡിവൈഡഡ് ബൈ P1 പവർ ഇതല്ലേ P1 ലിങ്ക് എടുത്തപ്പോൾ P1 പവർ ഗാമ മൈനസ് 1/ഗാമ വിച്ച് ഡിവൈഡഡ് ബൈ അതേപോലെ താഴെയും ചെയ്യുമ്പോൾ ഇവിടെ P2 പവർ ഗാമ മൈനസ് 1 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ P2 പവർ ഗാമ മൈനസ് 1/ഗാമ മൈനസ് P1 പവർ ഗാമ മൈനസ് 1/ഗാമ ഡിവൈഡഡ് ബൈ P2 പവർ ഗാമ മൈനസ് 1/ഗാമ എന്ന് എഴുതാം. ഈ ഇവിടെ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെയും P2 പവർ ഗാമ മൈനസ് 1/ഗാമയാണ്, ഇവിടെയും P1 പവർ ഗാമ മൈനസ് 1/ഗാമയാണ്. അതുപോലെ ഇതും P2 പവർ ഗാമ മൈനസ് 1/ഗാമ P1 പവർ ഗാമ മൈനസ് 1/ഗാമയാണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പോൾ റിമൈനിങ് ആയിട്ടുള്ളത് ഇതാണുള്ളത് അല്ലേ, ഇതാണുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? അതിനെ എഴുതുമ്പോൾ ഇതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 1 - T1/T4 ഇൻറ്റു ഇതിവിടെ ഡിവൈഡ് അല്ലേ, ഇത് താഴെ കിടക്കും, ഇത് ഇതിൻ്റെ ഡിവൈഡ് ആണ്, ഇത് മേലേക്ക് വരും അല്ലേ. അപ്പോൾ P2/P1 ഹോൾ പവർ ഗാമ മൈനസ് 1/ഗാമ എന്ന് എഴുതാം. ഓക്കെ, സോ ഈ P2/P1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ റേഷ്യോ ആണ്, RP ആണ്. സോ വി ക്യാൻ റൈറ്റ് 1 - T1/T4 RP ഹോൾ പവർ ഗാമ മൈനസ് 1/ഗാമ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഫോർമുലയാണ്, ഈ എബോ ഫോർമുലയാണ് എഫിഷ്യൻസിയുടെ ഇക്വേഷനാണ്. ഏതിൻ്റെ? ബ്രൈറ്റൺ സൈക്കിളിൻ്റെ, ഏത്? റീജനറേറ്റീവ് ബ്രൈറ്റൺ സൈക്കിളിൻ്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കിട്ടുന്ന ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഈ എഫിഷ്യൻസി റീജനറേറ്റീവ് ബ്രൈറ്റൺ സൈക്കിളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? നോട്ട് ഓൺലി പ്രഷർ റേഷ്യോനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യില്ല, ബട്ട് ഓൾസോ ഓൺ ദ റേഷ്യോ ഓഫ് 2 എക്സ്ട്രീം ടെമ്പറേച്ചർ. 2 എക്സ്ട്രീം ടെമ്പറേച്ചറിൻ്റെ റേഷ്യോന് കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ റീജനറേഷനാണ് നോക്കിയത് ബ്രൈറ്റൺ സൈക്കിളിലെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതേപോലെയാണ് ബ്രൈറ്റൺ സൈക്കിൾ വിത്ത് ഇൻ്റർ കൂളിംഗ് എന്ന് പറയുന്നത്. ഇൻ്റർ കൂളിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻ്റർ കൂളർ വെക്കുകയാണ്, ഒരു കൂളിംഗ് സിസ്റ്റം വെക്കുകയാണ്. ഡയറക്റ്റ് ഇതിൽ നിന്ന് പറയാം. ഇൻ്റർ കൂളർ എന്ന് പറയുമ്പോൾ നമ്മൾ 2 കംപ്രസർ യൂസ് ചെയ്യുന്നുണ്ട്. 2 കംപ്രസർ എന്ന് പറയുമ്പോൾ ഒരു ലോ പ്രഷർ കംപ്രസറും ദെൻ ഒരു ഹൈ പ്രഷർ കംപ്രസറും. നമ്മളിത് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചതാണ്, കംപ്രസറിൻ്റെ മൊഡ്യൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഈ 2 കംപ്രസറിൻ്റെ ഇടയ്ക്കാണ് ഒരു ഇൻ്റർ കൂളർ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ദെൻ ഈ ഒന്ന് ലോ പ്രഷർ കംപ്രസറും പിന്നെ ഒന്ന് ഹൈ പ്രഷർ കംപ്രസറും. ദെൻ ആ ഹൈ പ്രഷർ കംപ്രഷൻ്റെ ഔട്ടാണ് കംപ്രഷൻ ചാമ്പറിൽ കൊടുക്കുക. ദെൻ അത് നേരെ ടർബൈനിലേക്ക് കൊടുക്കണം. ടർബൈൻ നേരെ നമ്മൾ ആ കൂളറിൽ കൊടുത്ത് വീണ്ടും അത് ലോ പ്രഷർ കംപ്രസറിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, മൾട്ടി സ്റ്റേജ് കംപ്രഷനാണ് നടക്കുന്നത് എവിടെ? ഇൻ്റർ കൂളിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഒന്ന് ലോ പ്രഷർ കംപ്രസറും ഹൈ പ്രഷർ കംപ്രസറും എന്ന് പറഞ്ഞു. ഈ ലോ പ്രഷർ കംപ്രസറിൽ എന്താ ചെയ്യുക? നമുക്ക് ഇവിടെ നിന്ന് വരുന്ന എയർ, ഇപ്പോൾ അറ്റ്മോസ്ഫിയർ എയർ ആണെങ്കിൽ ആ അറ്റ്മോസ്ഫിയറിക് എയർ നേരെ ഈ ലോ പ്രഷർ കംപ്രഷനിലേക്ക് പോകണു. അതിനൊന്ന് ചെറുതായിട്ടൊന്ന് കംപ്രസ് ചെയ്യണം. ആ കംപ്രസ് ചെയ്തിട്ടുള്ളത് നേരെ എങ്ങോട്ടേക്ക് വിടുകയാണ്? ഹൈ പ്രഷർ കംപ്രസറിലേക്ക് വിടുകയാണ്. വിടുമ്പോൾ ഇവിടെ ചെയ്യുന്നത് നോക്കണം, ഇവിടെ ഒരു ഇൻ്റർ കൂളർ വെച്ചിട്ടുണ്ട്. ഇൻ്റർ കൂളർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ നമുക്കിവിടെ ലോ പ്രഷർ കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ കിട്ടിയ എയറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണോ അത്ര തന്നെ ടെമ്പറേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്.
ഓക്കെ, അത്ര തന്നെ ടെമ്പറേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്, അതായത് ലോ പ്രഷർ കംപ്രസർ എന്ന് പറയുമ്പോൾ ആ കിട്ടിയ എയറിനെ ഒന്ന് കംപ്രസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഒന്ന് പ്രഷർ റൈസ് ചെയ്തിട്ടുണ്ട്. ആ ഇൻക്രീസ്ഡ് പ്രഷറിനെ ആ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട്, കോൺസ്റ്റൻറ്റ് പ്രഷർ തന്നെ കീപ്പ് ചെയ്തിട്ട് ആ എയറിൻ്റെ ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യണു, റിഡ്യൂസ് ചെയ്യണു. എങ്ങനെ? ഈ ലോ പ്രഷർ കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ കിട്ടിയ ടെമ്പറേച്ചർ എത്രയാണോ അതേ ടെമ്പറേച്ചറിലാക്കി എടുത്തിട്ട് നേരെ എന്ത് ചെയ്യണം, ആ ഒരു ഇൻക്രീസ്ഡ് പ്രഷർ ഓഫ് എയറിനെ എവിടെ കൊടുക്കുകയാണ്? ഹൈ പ്രഷർ കംപ്രസറിലേക്ക് കൊടുക്കുകയാണ്. ദെൻ ഈ ഹൈ പ്രഷർ കംപ്രസർ എന്താണ്, ഓൾറെഡി ഒന്ന് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള എയറിനെ, ആ ലോ പ്രഷർ കംപ്രസറിൽ നിന്ന് കിട്ടിയിട്ടുള്ള എയറിനെ, ഇൻക്രീസ്ഡ് പ്രഷറിലുള്ള എയറിനെ ഒന്നും കൂടി ഹൈ പ്രഷറിലേക്ക് കംപ്രസ് ചെയ്തിട്ട് നേരെ എവിടേക്ക് കൊടുക്കുകയാണ്? കമ്പഷൻ ചാമ്പറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ടർബൈനിലേക്ക് കൊടുക്കണം. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇവിടെ ഇൻ്റർകൂളർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം ഇവിടെ നമുക്ക് ആ രണ്ട് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ ഇവിടെ യൂസ് ചെയ്തത് കൊണ്ട് ആ കംപ്രഷറിൻ്റെ എഫേർട്ട്, ഒറ്റയടിക്ക് എടുക്കുന്ന എഫേർട്ട് നമുക്ക് എന്താണ്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം എന്താണ്, വർക്ക് ഇൻപുട്ട് നമുക്ക് കംപ്രസറിലേക്ക് കൊടുക്കേണ്ട വർക്ക് ഇൻപുട്ട്, അതായത് അപ്പോൾ അതോടൊപ്പം എന്താണ്, എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാം എന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ നേരെ ടർബൈനിൽ വരുന്ന എക്സോസ്റ്റിനെ നേരെ വീണ്ടും ഇവിടെ ഒരു കൂളറിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, എക്സോസ്റ്റ് ഗ്യാസിനെ കൂൾ ചെയ്തിട്ട് നേരെ ലോ പ്രഷർ കംപ്രസറിലേക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത്. ബട്ട് ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഈ സെക്ഷൻ നമുക്കറിയാം, ഈ സെക്ഷൻ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. ക്ലോസ്ഡ് സൈക്കിളിൽ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കണക്ഷൻ കൊടുക്കുന്നത്. ഇവിടെ ഒരു ഇൻ്റർകൂളറാണ് വരുന്നത്. ഇൻ്റർകൂളറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ പെർഫെക്റ്റ് കൂളിംഗ് ആണ് നടക്കുന്നതെങ്കിൽ, പെർഫെക്റ്റ് കൂളിംഗ് ആണ് ഇവിടെ ഇൻ്റർകൂളറിൽ പെർഫെക്റ്റ് കൂളിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത് T1 ഈക്വൽ ടു T3 ആയിരിക്കും. ഓക്കെ, പെർഫെക്റ്റ് കൂളിംഗ് ആണെങ്കിൽ എന്താണ്, ഇവിടെ T1ലുള്ള ടെമ്പറേച്ചർ തന്നെയായിരിക്കും ഇവിടെ T3യിൽ കിട്ടേണ്ടത്. അതേപോലെ T2ലുള്ള ടെമ്പറേച്ചർ തന്നെയായിരിക്കും ഇവിടെ T4ലും കിട്ടേണ്ടത്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ഒരു പെർഫെക്റ്റ് ഇൻ്റർകൂളറാണ് പ്ലേസ് ചെയ്തെങ്കിൽ നമ്മൾ കിട്ടേണ്ടത്. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗ്രംസ് നോക്കാം. PV ഡയഗ്രവും TS ഡയഗ്രവും ഉണ്ട്. PV ഡയഗ്രം നോക്കുക. ഇപ്പോൾ 1 2 ഇവിടെ നോക്കുക. ഇവിടെ കംപ്രഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്, കംപ്രഷൻ സ്റ്റേജ് കഴിയുന്നത് എവിടെയാണ്? 1 to 4ലാണ് കംപ്രഷൻ നടക്കുന്നത്. കാരണം രണ്ട് കംപ്രസർ ഉണ്ട്, 1 to 2 ഉണ്ട്, ദെൻ 3 to 4 ഉണ്ട്. അപ്പോൾ 1 to 2ൽ എന്താ സംഭവിക്കുന്നത്, പ്രഷർ ഒന്ന് ചെറുതായിട്ട് റൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് PV ഡയഗ്രമാണ്. അപ്പോൾ 1 to 2 പ്രഷർ റൈസ് ചെയ്തു. ദെൻ 2 to 3ൽ എന്താ സംഭവിക്കുന്നത്, 2 to 3ൽ കോൺസ്റ്റൻറ്റ് പ്രഷറാണ്, പ്രഷറിന് ഒരു റൈസും ഇല്ല. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് കൂളാക്കുന്നുണ്ട്, ഇവിടെയുള്ള ഈ ഗ്യാസിനെ ഒന്ന് കൂളാക്കുന്നുണ്ട്. പക്ഷേ ആ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ നോക്കുക. കറസ്പോണ്ടിങ് TS ഡയഗ്രം നോക്കുകയാണെങ്കിൽ 1 to 2ൽ ചെറുതായിട്ട് ടെമ്പറേച്ചർ റൈസ് ചെയ്തിട്ടുണ്ട്. ആ ടെമ്പറേച്ചറിനെ നമ്മൾ എന്താണ്, റെഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഡയഗ്രത്തിൽ ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ട്. ശരിക്കും ഇതിൽ പറയണത്, നമ്മൾ ഐഡിയൽ സൈക്കിളാണെങ്കിൽ പെർഫെക്റ്റ് ഇൻ്റർകൂളർ ആണെങ്കിൽ 2ൽ നിന്ന് എവിടേക്ക് എത്തേണ്ടത്, 2ൽ നിന്ന് എവിടേക്ക് എത്തണം, നേരെ ഇവിടേക്ക് എത്തണം. 3 എന്ന് പറയുന്നത് ഈ 1ഉം 3ഉം എന്താണ്, സെയിം പോയിന്റിലായിരിക്കണം, ഇവിടെ ആയിരിക്കണം 3 വരേണ്ടത്. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ദെൻ ഈ 3ൽ നിന്ന് നേരെ 4ലേക്ക് പോകുന്നുണ്ട്. 3 to 4 ഏതാ പ്രോസസ്സ്, അത് ഹൈ പ്രഷറാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ റൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 to 4ൽ സംഭവിക്കും എന്താണ്, ടെമ്പറേച്ചർ ചെറുതായിട്ട് റൈസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താ സംഭവിക്കുന്നത്, പ്രഷർ നല്ലോണം റൈസ് ചെയ്യാണ് അല്ലേ. ദെൻ 4 to 5 എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. 4 to 5 എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് എന്ത് നടക്കുന്നത്, ഇവിടെ 4 to 5ലാണ് എന്ത് നടക്കുന്നത്, ഹീറ്റ് അഡീഷൻ നടക്കുന്നത്. അപ്പോൾ എന്താണ്, വീണ്ടും അവിടെ കോൺസ്റ്റൻറ്റ് പ്രഷറാണ് നടക്കുക. അതാണ് ഇവിടെ 4 to 5ൽ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ, ഇവിടെ 4 to 5ൽ ഇത് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനാണ്. ഇവിടെ എന്താണ്, ഹീറ്റ് സപ്ലൈ ചെയ്യണു. ദെൻ 5 to 6ലെ എക്സ്പാൻഷനാണ്, ടർബൈൻ്റെ എക്സ്പാൻഷനാണ് അല്ലേ. അപ്പോൾ അത് അവിടെ എന്ത് ഇതുമില്ല. 5 to 6 നമ്മൾ നേരെ അങ്ങോട്ട് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ 5 to 6 നേരെ ടെമ്പറേച്ചർ എന്താണ്, ഡ്രോപ്പ് ആവുന്നുണ്ട്, 6ലേക്ക് ഡ്രോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ നമ്മൾ ഐഡിയൽ കേസിൽ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ 2 കൊടുത്തിട്ടുണ്ട്. 2 കൊടുക്കാൻ കാരണം ഇവിടെ 2 എത്തി അല്ലേ. ദെൻ 2 to 3 നമ്മൾ എടുത്തിട്ടുണ്ട്, ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഐഡിയൽ ആണെങ്കിൽ ഇവിടെ 2 എന്ന് പറയുന്നത്, ഇവിടെ 2 4 എന്ന് പറയുന്നതാണ് ഇവിടെ എക്സ്ട്രാ വരുന്നത്. അതേപോലെ ഇവിടെയും 2 4 എന്ന് പറയുന്നതാണ് എക്സ്ട്രാ വരുന്നത്. അതായത് നമ്മൾ ഈ ഇൻ്റർകൂളർ വെച്ചത് കൊണ്ടുള്ള ഏരിയ ഇൻക്രീസ് ആവുന്നത് ഇതാണ്. അപ്പോൾ അതാണ് ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡെറിവേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. ഇപ്പോൾ പ്രഷർ വോളിയം, PV ഡയഗ്രവും TS ഡയഗ്രം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി നമുക്കിതിൽ നോക്കുകയാണെങ്കിൽ, ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ പറഞ്ഞ കാര്യമാണ്, ഐഡിയൽ സൈക്കിൾ വിത്തൗട്ട് ഇൻ്റർകൂളിംഗ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. നമുക്കൊരു ഇൻ്റർകൂളർ വെച്ചിട്ടില്ലെങ്കിൽ ഐഡിയൽ സൈക്കിൾ എങ്ങനെയായിരിക്കും,
1 2 ആണ്, 1ൽ നിന്ന് നേരെ 2 ആണ്, ദെൻ 5 6 1 ആണ് വരിക. ഓക്കെ, ഇൻ്റർകൂളർ വെച്ചതുകൊണ്ട് എന്താ റെപ്രസെൻ്റ് ചെയ്യണം? 1 2 3 4 5 6 1 ആണ് അല്ലേ? അതേ ഉദ്ദേശിക്കണുള്ളൂ. ഇൻ്റർകൂളർ വെക്കുമ്പോഴും ഇൻ്റർകൂളർ ഇല്ലാത്തത് കേസാണ്. ഇൻ്റർകൂളർ ഇല്ലാത്ത കേസാണ് ഇവിടുന്ന് 1 2 2 എന്നുള്ള. ഇൻ്റർകൂളർ വെച്ചതുകൊണ്ടാണ് 2 3 4 കേസ് വരുന്നത്. പറഞ്ഞ കാര്യമാണ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? നെറ്റ് വർക്കാണ് കാണേണ്ടത്. അപ്പോൾ നെറ്റ് വർക്ക് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് വർക്ക് ഡൺ ബൈ ടർബൈൻ പെർ കെ ജി ഓഫ് എയർ കാണാം. അത് ടർബൈൻ്റെ വർക്ക് കാണാം. ഇവിടെ ടർബൈൻ ഏതാണ്? ടർബൈൻ്റെ പ്രോസസ്സാണ് 5 to 6 ആണ് അല്ലേ? എക്സ്പാൻഷൻ നടക്കുന്നത് ടർബൈനിന് അവിടെയാണ്. ഓക്കെ, ഇപ്പോൾ 5 to 6 കാണുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ എവിടെയാണ്? 5 to 6ൽ 5 ആണ് കൂടുതൽ, 6 ആണ് കുറവ്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം CP × T5 - T6 എന്ന് എഴുതാം. കാരണം പെർ കെ ജി ആണ്, മാസ് ഫ്ലോ റേറ്റ് നമ്മൾ യൂണിറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ M വേണ്ട. അപ്പോൾ CP × T5 - T6 എന്ന് എഴുതാം. അതേപോലെ ഇനി വർക്ക് റിക്വയർഡ് ബൈ ദ 2 കംപ്രസർ പെർ കെ ജി ഓഫ് എയർ. ഇവിടെ 2 കംപ്രസറാണുള്ളത്. 2 കംപ്രസറാണ്. അതാണ് ഈ 1 to 2ഉം ഏതാണ്? 3 to 4 ആണ് കംപ്രഷൻ. ഇത് 1 to 2 ലോ പ്രഷർ കംപ്രസർ ആണ്, 3 to 4 ആണ് ഹൈ പ്രഷർ കംപ്രസർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഇത് എഴുതുമ്പോൾ 1 to 2 പ്രോസസ്സിൽ എന്താണ്? 2 ആണ് കൂടുതൽ, 1 ആണ് കുറവ്. അപ്പോൾ CP × T2 - T1 പ്ലസ് 3 to 4ൽ ഏതാണ്? 4 ആണ് കൂടുതൽ, 3 ആണ് കുറവ്. സോ CP × T4 - T3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടർബൈൻ വർക്കുമായി കംപ്രസർ വർക്കുമായി. ഇനി എന്ത് ചെയ്യാം? നെറ്റ് വർക്ക് ഔട്ട്പുട്ട്. നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്കാണ്. എത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, പറഞ്ഞ കാര്യമാണ്. ഇൻ്റർകൂളർ വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കും? ആസ് പെർ ദിസ് ഡയഗ്രം നമ്മൾ എഴുതിയിട്ടുണ്ട്, T1 - T3 ആയിരിക്കണം അല്ലേ? T1 നോട്ട് മൈനസ്, T1 = T3 ആയിരിക്കണം. T1 T3 ഒരേ ലൈനിലായിരിക്കണം. ഓക്കെ, അതേപോലെ T2 = എന്തായിരിക്കണം? T4 ആയിരിക്കണം. ഇനി ഇൻ്റർമീഡിയറ്റ് പ്രഷർ ഫോർ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ്. ഒരു പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് വേണമെങ്കിൽ അവിടെ വേണ്ട ഇൻ്റർമീഡിയറ്റ് പ്രഷർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ P3 = P2 ആയിരിക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? √P1 × P4 = √P5 × P6. ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടും വരാം. ഓക്കെ, കണ്ടീഷനാണ് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് പ്രഷർ ഫോർ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റീജനറേറ്റർ നോക്കിക്കഴിഞ്ഞു, ഇൻ്റർകൂളർ നോക്കിക്കഴിഞ്ഞു. അടുത്താണ് ബ്രൈറ്റൺ സൈക്കിൾ വിത്ത് റീഹീറ്റർ യൂസ് ചെയ്യുമ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ്റർകൂളർ നമ്മൾ എന്താ ചെയ്തത്? ഇൻ്റർകൂളറിൽ ഒരു മൾട്ടി സ്റ്റേജ് കംപ്രഷനാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, ശരിയല്ലേ? ഇൻ്റർകൂളറിൽ മൾട്ടി സ്റ്റേജ് കംപ്രഷനാണ്. അതായത് 2 കംപ്രസർ യൂസ് ചെയ്തു, ഒരു ലോ പ്രഷർ കംപ്രസറും ഒരു ഹൈ പ്രഷർ കംപ്രസർ യൂസ് ചെയ്തു. അതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ നമ്മൾ ഇൻ്റർകൂളർ പ്ലേസ് ചെയ്തു. അതേപോലെ തന്നെ നമുക്കൊരു ഗ്യാസ് ടർബൈൻ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടി സ്റ്റേജ് എക്സ്പാൻഷൻ യൂസ് ചെയ്യാം. അതായത് 2 ടർബൈൻസ് യൂസ് ചെയ്യണം. ഓക്കെ, ഒന്നിൽ കൂടുതൽ ടർബൈൻസ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കുക, ടർബൈൻ 1 ടർബൈൻ 2 ഉണ്ട്. ഈ 2 ടർബൈൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു റീഹീറ്റർ വെക്കുകയാണ്. അതാണ് ബ്രൈറ്റൺ സൈക്കിൾ വിത്ത് റീഹീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റീഹീറ്ററിൻ്റെ പർപ്പസ് എന്തായിരിക്കും? ഇപ്പോൾ ടർബൈൻ 1ൽ നിന്ന് വരുന്ന എക്സോസ് ഗ്യാസ് ഉണ്ട്, അത് നേരെ ഈ റീഹീറ്ററിലേക്ക് പോകണു. അത് ഒന്ന് റീഹീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണു? നേരെ ടർബൈൻ 2ലേക്ക് കൊടുക്കുകയാണ്. അവിടെ നിന്ന് എക്സ്പാൻഷൻ നടത്തിയിട്ട് ആ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് കംപ്രസറിൽ ഒരു എയറിനെ കംപ്രസ് ചെയ്തു, ഹൈ പ്രഷർ എയർ ആക്കി. ആ ഹൈ പ്രഷർ എയർ നേരെ കമ്പഷൻ ചാമ്പറിൽ കൊടുത്തു. അവിടെ അതിനെ ഇഗ്നൈറ്റ് ചെയ്തു, ഹോട്ട് ഗ്യാസസ് ആക്കി. ആ ഹോട്ട് ഗ്യാസസ് നേരെ ടർബൈൻ 1ലേക്ക് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ടർബൈനിൽ എക്സ്പാൻഷൻ നടന്നു. എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഹോട്ട് ഗ്യാസസ് ആണ്, ബട്ട് എന്താണ്? നമുക്കിവിടെ ടർബൈൻ 1ൻ്റെ ഇൻലെറ്റിൽ കിട്ടിയ കമ്പഷൻ ചാമ്പറിൽ ഔട്ട്ലെറ്റിൽ കിട്ടുന്ന ടെമ്പറേച്ചർ ഉണ്ടാവില്ല. അപ്പോൾ അതിനെ നമുക്ക് എന്താണ്? വീണ്ടും ഒന്ന് റീഹീറ്റ് ചെയ്യാണ്. റീഹീറ്റ് ചെയ്ത് വീണ്ടും ഒന്ന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് വീണ്ടും അതിന് ടർബൈൻ 2ലേക്ക് കൊടുക്കുന്നു. ദെൻ അവിടെ നിന്ന് വീണ്ടും അത് എക്സ്പാൻഷൻ നടന്ന് വീണ്ടും ഒരു വർക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ഹോട്ട് ഗ്യാസിനെ ഒന്നും കൂടി എന്താണ് വീണ്ടും ഒരു എക്സ്ട്രാ ഒരു റീഹീറ്റർ വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്കൊരു ടർബൈൻ്റെ വർക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം? നമുക്കവിടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോസസ്സ് നോക്കുക. 1 to 2 കംപ്രസറാണ്, 2 to 3 കമ്പഷൻ ചാമ്പറാണ്, 3 to 4 ടർബൈൻ 1ൻ്റെ വർക്കാണ്, 4 to 5 റീഹീറ്ററിൻ്റെ വർക്കാണ്, ദെൻ 5 to 6 അഗൈൻ ടർബൈൻ 2ൻ്റെ വർക്കാണ്, ദെൻ 6 to 1 ദാറ്റ് സൈക്കിൾ കംപ്ലീറ്റ്സ് അല്ലേ? കൂളർ വെച്ച് വീണ്ടും കംപ്രസറിൻ്റെ ഇൻലെറ്റിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള PV TS ഡയഗ്രം നോക്കുക. 1 to 2 എന്താണ്? ഐസെൻട്രോപിക് കമ്പഷനാണ്. ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. 2 to 3 എന്താണ്? കമ്പഷൻ ചാമ്പറിൻ്റെ വർക്കാണ്, ഹീറ്റ് അഡീഷനാണ്, അതോടെ മാറ്റില്ല. 3 to 4 എന്താണ്? ടർബൈൻ വർക്കാണ്. ടർബൈൻ വർക്ക് നേരെ താഴോട്ട് വരുന്നില്ല, നേരെ അത് വരുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? അവിടെ നിന്ന് റീഹീറ്റ് ചെയ്തു. അപ്പോൾ 3ൽ നിന്ന് 4 ഇങ്ങനെ പ്രഷർ റെഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ 3ൽ നിന്ന് 4 നേരെ എന്താണ്? ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തതും വീണ്ടും ഒരു റീഹീറ്റർ വെച്ച് ഹീറ്റ് ചെയ്ത് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. 4 to 5 ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു അല്ലേ? ഇൻക്രീസ് ചെയ്ത് നേരെ വീണ്ടും 5 എന്താണ്? ടർബൈൻ്റെ ഔട്ട്ലെറ്റ് കൊടുത്തു. ദെൻ 5 to 6 എന്താണ്? ടർബൈൻ വർക്കാണ്.
ടർബൈൻ എക്സ്പാൻഡ് ചെയ്തു, അത് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തു. ദെൻ 6 to 1 എന്താണ്, നേരെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് എത്തുകയാണ്. കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് എത്തുന്നു. ഇതാണ് പ്രോസസ്സ്. ഓക്കെ, ഇപ്പോൾ പി വി ഡയഗ്രം ആണ് 1 to 2 കംപ്രഷൻ, 2 to 3 ഹീറ്റ് അഡീഷൻ, 3 to 4 ലോ പ്രഷർ ടർബൈൻ വർക്ക് ചെയ്യണു, ഫസ്റ്റ് ടർബൈൻ വർക്ക് ചെയ്യണു. 4 to 5 എന്താണ്, റീഹീറ്റർ ആണ്, അത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്, വീണ്ടും ഇവിടെ ഹീറ്റ് നടക്കുകയാണ്. ദെൻ 5 to 6 എന്താ ചെയ്യുന്നത്, വീണ്ടും എക്സ്പാൻഷൻ പ്രോസസ്സാണ്. 6 to 1 കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾക്കുള്ള റീഹീറ്ററിൻ്റെ വർക്കിംഗ്. ഇനി ഇവിടെ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണിക്കുന്നത് ഐഡിയൽ സൈക്കിൾ ആണെങ്കിൽ നമുക്കറിയാം 1 2 3 4 ആയിരിക്കും. 4 നേരെ ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് വരും. 4 ആയിരിക്കും ഐഡിയൽ വരിക. ഇതിപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇവിടെ ഇൻക്രീസ് ആയിട്ട് വന്ന എന്താണ്, 4 4 5 6 4 ഈ ഒരു ഏരിയ ആണ് എന്ത്, ഈ റീഹീറ്റർ വെച്ചതുകൊണ്ട് വന്ന മാറ്റം. ഓക്കെ, അതിവിടെ അത് തന്നെയാണ് 4 4 അല്ലേ, 5 6 എന്ന് പറഞ്ഞ ഏരിയ. വിത്ത് റീഹീറ്ററും വിത്തൗട്ട് റീഹീറ്ററും ആണ്. റീഹീറ്റർ ഇല്ലെങ്കിൽ 1 2 3 4 ഓട് തീരും. വിത്ത് റീഹീറ്റർ ആകുമ്പോൾ 1 2 3 4 5 6 1 എന്ന് വരും. ഓക്കെ, അതവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി വർക്ക് ഡൺ റിക്വയർഡ് ബൈ ദ കംപ്രസർ പെർ kg ഓഫ് എയർ. വർക്ക് ഡൺ എങ്ങനെയാണ് ഉള്ളതാണ്. വർക്ക് ഡൺ ആകുമ്പോൾ നമുക്ക് നോക്കാം. കംപ്രസറിൻ്റെ വർക്കാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. 1 to 2 ആണ് പ്രോസസ്സ്. അപ്പോൾ T2 - T1 ആണ് വരിക. കംപ്രസറിൻ്റെ വർക്ക് CP × T2 - T1. ഇനി വർക്ക് ഡൺ ബൈ ടർബൈൻ പെർ kg. ടർബൈൻ ആകുമ്പോൾ എന്താണ്, 2 ടർബൈനാണുള്ളത്. 2 ടർബൈനാണുള്ളത്. ഇതെല്ലാം എക്സ്പാൻഷൻ ലൈൻ 3 4 5 6 ആണ് ടർബൈൻ്റെ വർക്ക്. ഇവിടെ 3 4 5 6 ആണ് ടർബൈൻ്റെ വർക്ക്. അപ്പോൾ ഇവിടെ T3 - T4 CP × T3 - T4 പ്ലസ് T5 - T6 എന്ന് വരും. CP × T5 - T6 എന്ന് വരും. നോക്കുക, ടർബൈൻ്റെ വർക്ക് CP × T3 - T4 പ്ലസ് CP × T5 - T6 എന്ന് വരും. നെറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്കാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. ഇനി നോട്ട് എന്ന് പറയുന്നത്, ഫോർ ഒപ്റ്റൈനിങ് മാക്സിമം വർക്ക് കിട്ടണമെങ്കിൽ P3/P4 ഈക്വൽ ടു എന്താണ്, P5/P6 ആവണമെന്നാണ് പറയുന്നത്. P3/P4 ഈക്വൽ ടു P5/P6. അത് പ്രഷർ റേഷ്യോ. ഇപ്പോൾ നമ്മൾ എക്സ്പാൻഷനിൽ നടത്തി ടർബൈൻ്റെ എക്സ്പാൻഷനിൽ നടന്ന ആ എക്സ്പാൻഷനിൽ നടക്കുന്ന പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത് P3/P4 P5/P6 എന്തായിരിക്കണം എന്ന് പറയുന്നത്, ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ P4 ഈക്വൽ ടു P5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, √P3 × P6 വിച്ച് ഈസ് ഈക്വൽ ടു √P1 × P2 എന്നായിരിക്കണം. സിൻസ് എന്താണ്, P1 ഈക്വൽ ടു P6 ആണ്, P2 ഈക്വൽ ടു P3 ആണ്. അത് നമുക്ക് ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. P1 ഈക്വൽ ടു P6, P1 ഈക്വൽ ടു P6, അതുപോലെ P2 ഈക്വൽ ടു P3. ഓക്കെ, ഇതാണ് നമ്മുടെ റീഹീറ്റർ വെച്ചിട്ടുള്ള ഗ്യാസ് ടർബൈൻ സൈക്കിളിൻ്റെ എഫിഷ്യൻസി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നോക്കുന്നത്. ഇനി ഫൈനലായിട്ടുള്ള ഗ്യാസ് ടർബൈൻ സൈക്കിളിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ബ്രൈറ്റൺ സൈക്കിളിൽ വിത്ത് ഇൻ്റർകൂളിംഗ്, റീഹീറ്റിംഗ് ആൻഡ് റീജനറേഷൻ. നമ്മളിപ്പോൾ റീജനറേഷൻ പഠിച്ചു, ഇൻ്റർകൂളിംഗ് പഠിച്ചു, റീഹീറ്റിംഗ് പഠിച്ചു. ഇത് മൂന്നും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഇതാണ്. ഇപ്പോൾ നമ്മൾ 3 മെത്തേഡ് ഇപ്പോൾ മുൻപ് നോക്കി എങ്ങനെ തെർമൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ 3 ബ്രൈറ്റൺ സൈക്കിളിൽ ഇതെല്ലാം കൂടി 3 മെത്തേഡും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എങ്ങനെ മാക്സിമം എഫിഷ്യൻസി ഒബ്റ്റെയിൻ ചെയ്യാന്നുള്ളത് നോക്കുകയാണ്. ഓക്കെ, ആ ഒരു ലൈൻ ഡയഗ്രാം അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ കാണിക്കുന്നത്. അതോടൊപ്പം അതിൻ്റെ TS ഡയഗ്രാം ഉണ്ട്, നോക്കുക. അപ്പോൾ എന്താണ് 3 മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, 2 കംപ്രസർ വേണം, അതുപോലെ 2 ടർബൈനും വേണം അല്ലേ. 2 കംപ്രസറും വേണം, 2 ടർബൈനും വേണം. കംപ്രസറിൻ്റെ കേസിൽ ആദ്യം ഒരു ലോ പ്രഷർ കംപ്രസറാണ്, ദെൻ ഒരു ഹൈ പ്രഷർ കംപ്രസറാണ്. ടർബൈൻ്റെ കേസിൽ ആദ്യം ഒരു ഹൈ പ്രഷർ ടർബൈൻ, ദെൻ പിന്നെന്താണ് ഒരു ലോ പ്രഷർ ടർബൈനാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ 2 കംപ്രസറിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവണം, ഇൻ്റർകൂളർ ഉണ്ടാവണം. ദെൻ ഹൈ പ്രഷർ കംപ്രസറും കമ്പഷൻ ചാമ്പറിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവും, റീജനറേറ്റർ വയ്ക്കും. ദെൻ 2 ടർബൈൻ്റെ അടിക്കുക, ഹൈ പ്രഷർ ടർബൈൻ്റെ ലോ പ്രഷർ ടർബൈൻ്റെ അടിക്ക് നമ്മൾ എന്തും കൂടി പ്ലേസ് ചെയ്യണം, റീഹീറ്ററും വെക്കണം. അപ്പോൾ 1 എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്, ലോ പ്രഷർ കംപ്രസറിലേക്ക് എൻ്റർ ചെയ്യുന്ന എയറിൻ്റെ പോയിന്റ് ആണ്. 2 എന്ന് പറഞ്ഞ പോയിന്റ് ലോ പ്രഷർ കംപ്രസറിൻ്റെ ഔട്ടിൽ വരുന്ന
കംപ്രഷൻ നടന്നിട്ടുള്ള എയർ ആണ്. ആ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ 2 എന്ന് പറഞ്ഞ പോയിന്റ് നേരെ ഇൻ്റർകൂളറിലേക്ക് വരുന്നു. ഇൻ്റർകൂളറിൽ എന്താണ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ അതിൻ്റെ എന്ത് ചെയ്യണു, കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ ഹീറ്റ് എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. റെഡ്യൂസ് ചെയ്ത് എങ്ങോട്ടേക്ക് ഹൈ പ്രഷറിൽ കൊടുക്കുകയാണ്. ഹൈ പ്രഷർ കംപ്രസറിലേക്ക് കൊടുക്കണം. അപ്പോൾ ഹൈ പ്രഷർ കംപ്രസറിലേക്ക് 3 ആണ് പോണ പോയിന്റ്. ഇപ്പോൾ ഇവിടെ വീണ്ടും അതിനെ പ്രഷറൈസ് ചെയ്യണം. പ്രഷറൈസ് ചെയ്തിട്ട് 4 അതിൻ്റെ ഔട്ട് പോവുകയാണ്. ഔട്ടാണ് 4 ആ പ്രഷർ ഹൈ പ്രഷറിലുള്ള എയർ നേരെ എന്താണ് കമ്പഷൻ ചാമ്പറിലേക്ക് പോകണം. കമ്പഷൻ ചാമ്പറിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇവിടെ റീജനറേറ്റർ ഉണ്ട്. അപ്പോൾ റീജനറേറ്റർ എന്ത് ചെയ്യണം, ആ ഹൈലി കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിലേക്ക് ഒരു ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഹൈലി കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിൽ ഹീറ്റ് സപ്ലൈ കിട്ടുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യണം. അങ്ങനെ ഹൈ പ്രഷർ ആയിട്ടുള്ള ഇതും ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ആയിട്ടുള്ള എയർ നേരെ കമ്പഷൻ ചാമ്പറിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് കമ്പഷൻ ചാമ്പറിൽ നമ്മൾ ഫ്യൂവൽ സപ്ലൈ ചെയ്യണം. ഫ്യൂവൽ സപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് സപ്ലൈ ചെയ്താൽ മതി. ബിക്കോസ് ഇവിടെ റീജനറേറ്ററിൽ നിന്ന് ഓൾറെഡി ആ ഹൈ പ്രഷർ ലെയറിലേക്ക് ഹീറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്കിവിടെ വർക്ക് സേവ് ചെയ്യാം. ദെൻ നേരെ ആ ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറുള്ള എയർ നേരെ വന്നിട്ട് ഇവിടെ ഹോട്ട് ഗ്യാസ് എവിടെ വന്ന് ഗ്യാസ് ടർബൈനിൽ സ്ട്രൈക്ക് ചെയ്യാണ്. അവിടുന്ന് ടർബൈൻ്റെ വർക്ക് നടക്കുന്നു. ഹൈ പ്രഷർ ടർബൈനാണ്. അപ്പോൾ ഹൈ പ്രഷറിലുള്ള അവിടെ ഹൈ എക്സ്പാൻഷൻ നടക്കുന്നു. ആ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഹോട്ട് എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ട്. അതിന് നേരെ ഇവിടെ റീഹീറ്റർ വെച്ചിട്ട് ആ ഹോട്ട് ഗ്യാസിനെ ഒന്നും കൂടി ഹീറ്റ് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യാണ്, ലോ പ്രഷർ ടർബൈനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ആ ടർബൈൻ്റെ വർക്ക് കിട്ടുന്നു. ആ ലോ പ്രഷർ ടർബൈനിൽ നിന്ന് കിട്ടുന്ന എക്സോസ്റ്റ് നേരെ റീജനറേറ്ററിലേക്ക് പോയിട്ട് ആ പ്രോസസ്സ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇതാണ് ബ്രേട്ടൺ സൈക്കിൾ വിത്ത് ഇൻ്റർകൂളർ, റീഹീറ്റർ ആൻഡ് റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് TS ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞു 1 to 2 എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ കംപ്രഷനാണ് അല്ലേ. അവിടെ എന്താ സംഭവിക്കുന്നത്, 1 to 2 എന്താണ് പ്രഷർ ഇൻക്രീസ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് കംപ്രഷൻ നടക്കുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും അല്ലേ. ഇപ്പോൾ 1 to 2 ഐസെൻട്രോപിക് പ്രോസസ്സാണ്. ഐസെൻട്രോപിക് പ്രോസസ്സിൽ നടന്നു, ടെമ്പറേച്ചർ റൈസ് ചെയ്തു. ദെൻ 2 to 3 എന്താണ്, 2 to 3 എന്താണ്, അവിടെ പ്രഷറിനെ എന്താ ചെയ്യുന്നത്, കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് വെക്കുന്നത്. ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിന് എന്ത് ചെയ്യുന്നത്, ഐഡിയൽ സൈക്കിൾ ആണെങ്കിൽ നേരെ ഈ 3 എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരിക്കും, ഇവിടെ വരുന്ന പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. ടെമ്പറേച്ചറിന് എന്താണ്, സ്റ്റേജ് 1ലേക്ക് ടെമ്പറേച്ചറിന് എത്തണം. അതാണ് 1 to 2 എത്തി. 2 to 3 എന്ന് പറയുമ്പോൾ 1ഉം 3 ഒരേ പോയിന്റിലാണ്. നമ്മൾ അപ്പോഴേ പറഞ്ഞ കാര്യമാണ്. പെർഫെക്റ്റ് ആയിട്ട് നടക്കുകയാണെങ്കിൽ 1ഉം 3ലേക്ക് തന്നെ വരണം. 2 to 3 അവിടെ അതിനൊന്ന് തണുപ്പിച്ചു, പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ അതിൻ്റെ ഹീറ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്തു. ദെൻ 3 to 4 വീണ്ടും കംപ്രഷൻ നടക്കണം. കംപ്രഷൻ നടക്കുമ്പോൾ എന്താണ്, വീണ്ടും എന്താണ് അതിനെ ഹീറ്റ് ചെയ്യാണ്. വീണ്ടും അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ ഏതിലേക്ക് എത്തുന്നു, ഇവിടെ 4 എന്ന് പറഞ്ഞ സ്റ്റേജിൽ എത്തുന്ന ടെമ്പറേച്ചർ ഏതായിരിക്കും, നമുക്കിവിടെ T2 ലോ പ്രഷർ കംപ്രസറിൻ്റെ ഔട്ടിൽ കിട്ടിയ ടെമ്പറേച്ചർ എത്രയാണോ അത്രയും തന്നെയായിരിക്കണം ഇവിടെ T4ൽ കിട്ടേണ്ടത്. ബട്ട് പ്രഷർ എന്തായിരിക്കും, പ്രഷർ ഹൈ പ്രഷർ ആയിട്ടുണ്ടാവും. ആ ഹൈ പ്രഷറിലുള്ള ഇത് നേരെ എന്ത് ചെയ്യാണ്, എങ്ങോട്ട് കൊടുക്കുകയാണ്, കമ്പഷൻ ചാമ്പറിലേക്ക് കൊടുക്കുകയാണ്. ആ കമ്പഷൻ ചാമ്പറിലേക്ക് ആണ് ഹീറ്റ് അഡീഷൻ നടക്കുന്നത്. ഹീറ്റ് അഡീഷന് മുന്നായിട്ട് എന്ത് നടക്കുന്നുണ്ട്, ഇവിടെ റീജനറേറ്റർ നടക്കുന്നുണ്ട്. ഇപ്പോൾ റീജനറേറ്ററിൽ എത്തുമ്പോൾ എന്താണ്, ഈ 4 എന്ന് പറഞ്ഞ സ്റ്റേജിലുള്ള ഒരു ഹൈ പ്രഷറിലും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറുള്ള എയറിന് എന്താണ് ഒന്ന് ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്തിട്ട് റീജനറേറ്ററിൽ ഇപ്പോൾ 4 to 5 എന്ന് പറഞ്ഞ പ്രോസസ്സ് റീജനറേഷൻ കൊണ്ടുണ്ടാവുന്ന ഇവിടെ ഹീറ്റാണ് നടക്കുന്നത്. ഓക്കെ, ദെൻ 5 to 6 എന്ന് പറയുമ്പോൾ കമ്പഷൻ ചാമ്പറാണ്. 5 to 6 നമ്മൾ ഫ്യൂവൽ ആഡ് ചെയ്യണു. ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ഹൈ പ്രഷർ എയറിൻ്റെ ടെമ്പറേച്ചർ എന്താണ് ഇൻക്രീസ് ചെയ്യാണ്. ദെൻ 6 to 7 എന്ന് പറയുമ്പോൾ ഹൈ പ്രഷർ ടർബൈനിൽ വന്ന് എക്സ്പാൻഷൻ നടക്കുകയാണ്. എക്സ്പാൻഷൻ നടക്കുന്നത് റിവേഴ്സിബിൾ അഡിയാബറ്റിക് എക്സ്പാൻഷനാണ്. എക്സ്പാൻഷൻ നടക്കുമ്പോൾ അവിടെ എന്താണ്, പ്രഷർ ഡ്രോപ്പ് ആവും. പ്രഷർ ഡ്രോപ്പ് ആവുന്നതിനനുസരിച്ച് എന്തും കൂടി ഡ്രോപ്പ് ആവും, ടെമ്പറേച്ചറും ഡ്രോപ്പ് ആവും. ഓക്കെ, അപ്പോൾ അത് 6 to 7 എത്തി. അപ്പോൾ 6 to 7 എത്തി. 7ൽ എന്ത് സംഭവിച്ചു, 7ൽ എന്താ സംഭവിക്കുന്നത്, എക്സ്പാൻഷനാണ് നടന്നത്. എക്സ്പാൻഷൻ നടന്നിട്ടുള്ള ഹോട്ട് ഗ്യാസസ് ആണ് വരുന്നത്. അപ്പോൾ അത് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഹോട്ട് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് റൈസ് ചെയ്യണം. റൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ റീഹീറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. റീഹീറ്റർ പ്ലേസ് ചെയ്യുമ്പോൾ റീഹീറ്റർ ആ ഹോട്ട് ഗ്യാസിന് ഒന്നും കൂടി ഒന്ന് ഹീറ്റ് കൊടുത്തിട്ട് ഏത് ലെവലിലേക്ക് കൊണ്ടുപോവാണ്, ഇവിടെ നമുക്ക് ഹൈ പ്രഷർ ടർബൈൻ്റെ ഇൻലെറ്റിൽ കിട്ടിയ ടെമ്പറേച്ചർ എത്തിക്കണം. ആ ടെമ്പറേച്ചർ റേഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ട് അത് 8ലേക്ക് എത്തിക്കുന്നു. 7 to 8 പ്രോസസ്സ് അതാണ്. ദെൻ 8 to 9 എന്ന് പറയുമ്പോൾ എന്താണ്, ലോ പ്രഷർ ടർബൈൻ്റെ എക്സ്പാൻഷനാണ്. ലോ പ്രഷർ ടർബൈൻ്റെ എക്സ്പാൻഷൻ ആകുമ്പോൾ ഇവിടെ നിന്ന് വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്ത് ടെമ്പറേച്ചറും കുറയണം, പ്രഷറും കുറയണം. ഓക്കെ, ദെൻ 9 to 1 എന്ന് പറയുന്നത് എന്താണ്, റീജനറേഷൻ ആണ്. 9 to 1 എന്ന് പറയുമ്പോൾ ആദ്യം 9 to 10 ആണ് അറിയേണ്ടത്. നേരെ ഈ 9 എന്നുള്ള ഹോട്ട് ഗ്യാസ് നേരെ റീജനറേറ്ററിലേക്ക് വരുന്നു. 9 to 10 റീജനറേറ്ററിൽ എന്താണ്, അവിടെ ടെമ്പറേച്ചർ കുറഞ്ഞു പോകുന്നു അല്ലേ. കാരണം ഇവിടെ നിന്ന് വരുന്ന ഹൈ പ്രഷർ കംപ്രസറിൽ നിന്ന് വരുന്ന ഹൈ പ്രഷർ എയറിന് എന്താണ് ഹീറ്റ് സപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ദെൻ 10 to 1 എന്ന് പറയുമ്പോൾ എന്താണ്, അറ്റ്മോസ്ഫിയറിലേക്ക് പോയിട്ട് വീണ്ടും റെഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം T1 ഈക്വൽ ടു T3 ആയിരിക്കും. അതുപോലെ T4 ഈക്വൽ ടു T2 ഈക്വൽ ടു T10 ആയിരിക്കും. T5 ഈക്വൽ ടു T7 ഈക്വൽ ടു T9 ആയിരിക്കും. T6 ഈക്വൽ ടു T8 ആയിരിക്കും ഐഡിയൽ സൈക്കിളിൻ്റെ കേസിൽ. ഓക്കെ, ഇതാണ് നമ്മളെല്ലാം മൂന്നും കൂടി ഇട്ട് റീജനറേഷനും ഇൻ്റർകൂളറും റീഹീറ്റും കൂടി യൂസ് ചെയ്യുമ്പോൾ വരുന്ന TS ഡയഗ്രാം.
അപ്പോൾ ഇനി ഇവിടെ വർക്ക് റിക്വയർഡ് നോക്കുകയാണെങ്കിൽ വർക്ക് റിക്വയർഡ് ബൈ ദ കംപ്രസേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കംപ്രസറിൻ്റെ വർക്ക് ഒന്ന് നോക്കിക്കേ. കംപ്രസർ ഏതാ പ്രോസസ്സ് 1 to 2 ആണ്. ഇവിടെ ടെമ്പറേച്ചർ റൈസ് T2 - T1 ആയിരിക്കും. പ്ലസ് ഇവിടെ 3 to 4 ആണ്. അപ്പോൾ T4 - T3 ആയിരിക്കും അല്ലേ. നോക്കാം ഇനി അവിടെ എന്താണെങ്കിലും മാറ്റം വേണ്ടതെന്ന് നോക്കാം. ഒന്നും വന്നിട്ടില്ല. അതന്നെയാണ് കംപ്രസർ വർക്ക് CP × T2 - T1 പ്ലസ് CP × T4 - T3 ആണ്. ഇനി വർക്ക് ഡൺ ബൈ ടർബൈൻ നോക്കുക. ടർബൈൻ്റെ വർക്ക് എന്തായിരിക്കും 6 to 7 8 to 9 ആണ് അല്ലേ. 6 to 7 8 to 9 ആണ്. അതാണ് T6 - T7 വരും, T8 - T9 വരും. CP × T6 - T7 പ്ലസ് CP × T8 - T9 വന്നു. ഇനി നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ടർബൈൻ വർക്ക് മൈനസ് കംപ്രസർ വർക്കാണ്. ഓക്കെ, ഇനി ഹീറ്റ് സപ്ലൈഡ് എക്സ്റ്റേണൽ ടു ദ സൈക്കിൾ. സൈക്കിളിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എന്തൊക്കെയാണെന്നാണ്. ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ റീജനറേറ്ററിൻ്റെ ഹീറ്റ് ഉണ്ട്. അതുപോലെ എന്താണ് ഇവിടെ റീഹീറ്ററിൻ്റെ ഹീറ്റും ഉണ്ട് എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അത് നോക്കുക. അതെങ്ങനെ വരിക എക്സ്റ്റേണലായിട്ട് സപ്ലൈ ചെയ്യുന്നത്. ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുമ്പോൾ CP × T6 - T5 എന്ന് എഴുതിയിട്ടുണ്ട്. T6 - T5 എന്ന് എഴുതിയിട്ട് കമ്പഷൻ ചാമ്പർ ഉണ്ട്, അത് നമ്മൾ വിട്ടുപോയി. കമ്പഷൻ ചാമ്പറിലാണ് നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്നത് കമ്പഷൻ ചാമ്പറാണ് അല്ലേ. കമ്പഷൻ ചാമ്പർ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ റീഹീറ്ററും കൊടുക്കുന്നുണ്ട് എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ T6 - T5 വരും. അതുപോലെ ഇവിടെ T8 - T7 എന്നും വരും. T6 - T5 T8 - T7 എക്സ്റ്റേണലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. കമ്പഷൻ ചാമ്പറിൽ നമ്മൾ ഫ്യൂവൽ ഇവിടെ നിന്ന് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ റീഹീറ്ററിൽ നമ്മളിവിടെ ഫ്യൂവൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. റീജനറേറ്ററിൽ നമ്മൾ ഫ്യൂവൽ ആഡ് ചെയ്യാനുള്ള ടർബൈനിൽ നിന്ന് കിട്ടുന്ന എക്സോസ്റ്റ് ഗ്യാസിന് തന്നെ യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഹീറ്റ് സപ്ലൈഡ് എക്സ്റ്റേണലി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ QS എന്ന് പറഞ്ഞാൽ CP × T6 - T5 പ്ലസ് CP × T8 - T7. ഇതുപോലെ ഹീറ്റ് റിജക്റ്റഡ് നോക്കുക. ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുമ്പോൾ എവിടെയാണ് T10 - T1 T2 - T3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് നോക്കുക. T10 - T1 എന്ന് പറയുമ്പോൾ ഇവിടെ റീജനറേറ്ററിൽ ഹോട്ട് ഗ്യാസ് എന്നുള്ള ടെമ്പറേച്ചർ ഇവിടെ നമ്മൾ ഈ കംപ്രസ്ഡ് എയറിലേക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഈ റീജനറേറ്ററിൽ എന്താണ് ഹീറ്റ് റിജക്ഷനാണ് നടക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ T2 - T3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T2 - T3 എന്ന് പറയുമ്പോൾ ഇൻ്റർകൂളറാണ്. ഇൻ്റർകൂളറിൽ എന്താണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചർ എയർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂളിംഗ് വാട്ടർ കൊടുത്തിട്ട് എന്ത് സംഭവിക്കുകയാണ്, ഈ എയറിനെ അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് ഇതിലൂടെ ഇതിലൂടെ ടെമ്പറേച്ചറിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഹീറ്റ് റിജക്ഷനാണ് നടക്കുന്നത്. ഇപ്പോൾ 2 to 3 പ്രോസസ്സിലും നമ്മളെ 10 to 1 പ്രോസസ്സിലുമാണ് എന്ത് സംഭവിക്കുന്നത്, ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം T10 - T1 CP × T10 - T1 പ്ലസ് CP × T2 - T3 എന്ന് എഴുതാം. അപ്പോൾ തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ് ഈറ്റ = 1 - QR/QS ആണ് അല്ലേ. അപ്പോൾ 1 - QR എന്താണ് CP കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ആയപ്പോൾ T6 ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇക്വേഷൻ ഏതെങ്കിലും ഇവർക്ക് മാറിയിട്ടുണ്ട്. ഈ ടൈമാണ് മുകളിലോട്ട് വരുന്നത്. ഇത് മുകളിലും ഇതെവിടെയാണ് താഴെയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ നിങ്ങളിത് കെയർ ചെയ്യണ്ട. ഇതെന്ത് ചെയ്താൽ മതി, നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1 - ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണെന്നറിയാം. ആ ഹീറ്റ് റിജക്റ്റഡും ഹീറ്റ് സപ്ലൈഡിൻ്റെ വാല്യൂ ഉണ്ട്. ഇവിടെ ഹീറ്റ് റിജക്റ്റഡിൻ്റെ വാല്യൂ ഉണ്ട്, ഹീറ്റ് സപ്ലൈഡിൻ്റെ വാല്യൂ ഉണ്ട്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, തെർമൽ എഫിഷ്യൻസി ഓഫ് ദ സൈക്കിൾ കിട്ടും. ഏതിലൊക്കെ നമുക്ക് ഉള്ള എന്താണ് ഇൻ്റർകൂളറും റീഹീറ്ററും റീജനറേഷൻ എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ആ എഫിഷ്യൻസി കിട്ടും. ഓക്കെ, ഇത്രയാണ് 4 മെത്തേഡ്സ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ ബ്രൈറ്റൺ സൈക്കിൾ. ഓക്കെ, താങ്ക് യു.